ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമുക്ക് നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കണ്ടേ? നല്ല റിച്ചായിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇത് ആൽക്കഹോളിക് കേക്കാണ്, നോൺ ആൽക്കഹോളിക് അല്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഈ കേക്കിന് വേണ്ടി നമ്മൾ മൊത്തം എടുക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. അതിൽ അര കപ്പ് പഞ്ചസാര 250 ml കപ്പിനാണ് അര കപ്പ് പഞ്ചസാര നമുക്ക് കാരമൽ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അര കപ്പ് ഷുഗർ എടുത്ത് ഒരു സ്റ്റീൽ പാത്രമോ അലൂമിനിയം പാത്രമോ നോൺ സ്റ്റിക്ക് പാത്രമോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഷുഗർ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് ആ സൈഡൊക്കെ ഉരുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെറുതായിട്ട് കറക്കി കൊടുക്കാം. സ്പൂണിട്ട് ആദ്യമേ ഇളക്കണ്ട, കാരണം ഈ സ്പൂണിൽ അങ്ങ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആദ്യം ഇങ്ങനെ ഉരുകാൻ തുടങ്ങും. ആദ്യം അനങ്ങാതെ ഇരിക്കുക, എന്നിട്ട് ഇത് ഉരുകാൻ തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ അനക്കി കൊടുക്കണം. ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ അത് എല്ലാം ഉരുകി ഉരുകി വരും. അങ്ങനെയാണ് കാരമൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഉരുകി വന്ന് കഴിഞ്ഞാൽ ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്, അത് പുക കയറും. തീ കൂട്ടിയാൽ പുക കയറും. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ഒരു തീയിൽ വെച്ച് ഇങ്ങനെ ഉരുക്കി അത് കഴിഞ്ഞ് നല്ല ഒരു കളറ് കിട്ടണം നമുക്ക്, ബ്രൗണിഷ് കളർ. അപ്പോൾ ആ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അര കപ്പ് ഷുഗർ എടുത്ത് അപ്പോൾ അര കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് വളരെ പതുക്കെ കുറേശ്ശെ, അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കറിയില്ല, നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കും, അതിങ്ങനെ അങ്ങ് തെറിച്ച് വീഴും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റും. അപ്പോൾ നല്ല പതയൊക്കെ വന്ന് തിളയ്ക്കുന്നത് വരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളക്കിയപ്പം നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതവിടെ തണുത്തോട്ടെ, അത് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. ആദ്യമേ ഞാനിത് ബട്ടർ പുരട്ടി ബട്ടർ പേപ്പർ വെച്ചു. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മൈദമാവ് അതിനകത്തോട്ട് തട്ടിക്കുടഞ്ഞ് കളഞ്ഞാൽ മതി. പക്ഷേ അതിനകത്തോട്ട് പിടിക്കാതെ പുറത്ത് പിടിച്ചുകൊണ്ട് തട്ടിക്കുടഞ്ഞ് കളയണം. അപ്പം അത് പിന്നെ കേക്ക് അതി ഒട്ടിപ്പിടിക്കില്ല. ഇത് ഞാൻ 1 കപ്പ് മാവും 1 ടേബിൾ സ്പൂൺ മാവും കൂടി എടുക്കും. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് മാവിൽ. അത് അടിയിലോട്ട് താന്ന് പോകാതിരിക്കാൻ വേണ്ടി നമുക്കിനി ഈ മാവിൽ നമുക്കെല്ലാം മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ പ്ലം കേക്ക് ആയതുകൊണ്ട് നമ്മൾ സിന്നമോൺ പൗഡർ പൊടിച്ചതും ഗ്രാമ്പൂ പൗഡറും നട്ട്മഗ് പൗഡറും പൊടിച്ചത് ചേർക്കണം. ഇത് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കും. പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് 1 ടീസ്പൂൺ നമ്മൾ പട്ട പൊടിച്ചത് സിന്നമോൺ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, 1/2 ടീസ്പൂൺ നട്ട്മഗ് പൗഡർ. അത് രണ്ടും നമുക്ക് മേടിക്കാൻ കിട്ടും, സിന്നമോൺ നട്ട്മഗ്. മറ്റേ ഗ്രാമ്പൂ ഞാൻ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചതാണ്. നല്ല മണമാണ് അപ്പോൾ ആ പൊടിക്ക്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ അരിച്ചിടാം. ഇതുപോലെ എല്ലാം പൊടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുക്കാം. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കുന്നത് നല്ലതാണ്. അല്പം എൻ്റെ ഉണ്ടായിരുന്നു, ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഇങ്ങനെ അരിച്ചെടുക്കണം. ഒരു 2-3 തവണ അരിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഒരു തവണ അരിച്ചിട്ട് ഒരു വിസ്ക് കൊണ്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അത് മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അരിച്ചില്ലെങ്കിലും കുഴപ്പമുണ്ട്, നല്ലോണം ഒന്ന് വിസ്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിതിനെ അങ്ങോട്ടങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 120 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 115 ഗ്രാമിൻ്റെ സ്റ്റിക്ക് കിട്ടുമല്ലോ, അതെടുത്താൽ മതി. അല്ലെങ്കിൽ 1/2 കപ്പ് എടുത്താലും മതി, 1/2 കപ്പ്. പിന്നെ പകരം വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഞാനിത് ബട്ടറാണ് എടുത്തത്, 120 ഗ്രാം ബട്ടർ. അതപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് നല്ല റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അത് കഴിഞ്ഞ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഷുഗറും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യാം. കുറേശ്ശെ ഇട്ട് നന്നായിട്ട് ബട്ടറും ഷുഗറും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. അത് ഞാൻ കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്.
ഇത് കുറച്ച് വലുതായതുകൊണ്ട് കുറേ കൂടുതലുണ്ടാക്കാം. ഇതിന് മുമ്പ് എനിക്ക് ചെറുതായിരുന്നു, അത് ശരിയല്ലെന്ന് വിചാരിച്ചാണ് ഇത് വാങ്ങിച്ചത്. അപ്പം ഇത് കുറേ അധികം ഉണ്ടാക്കാനാണ് നല്ലത്. നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ചെയ്തെടുക്കാം, വിസ്ക് വെച്ച് ചെയ്തെടുക്കാം. ഇതൊന്നുമില്ലാതെ വിസ്ക് ചെയ്തെടുക്കാം, പിന്നെ അല്ലെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, സ്റ്റാൻഡ് മിക്സർ തന്നെ വേണമെന്നില്ല. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വിസ്കും ഇല്ല, നമ്മുടെ കയ്യിൽ മിക്സി ഇല്ല എന്ന് വെച്ചാൽ നമുക്കൊരു ഫോർക്ക് കൊണ്ട് വേണമെങ്കിൽ തന്നെയും ചെയ്യാം. നമുക്കിനി മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട ചേർത്തൊന്നടിച്ച് പിന്നെ ഒരു മുട്ടയും കൂടെ ചേർക്കും. ഇത് ഇങ്ങനെ ബട്ടറിൽ നമ്മൾ എപ്പോഴും മുട്ട ചേർക്കുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞു പോയതുപോലെ ഒന്നും, അത് കുഴപ്പമില്ല. അത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പിന്നെ മാവും ചേർക്കുമ്പോൾ അത് ഓക്കെ ആകും. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ട ചേർത്തടിക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ മാവ് കൂടി ഓരോ മുട്ട ചേർക്കപ്പോഴും കൊടുത്താൽ അതങ്ങനെ പിരിയത്തില്ല. ഇതിപ്പം ഞാനങ്ങനെ ചേർക്കുന്നില്ല, കാരണം ഇതങ്ങ് ഓക്കെ ആയിക്കോളും, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട. ഇനി ആദ്യം ഒന്ന് ചെറിയ സ്പീഡിലടിച്ച് മുട്ട രണ്ടും ചേർത്ത ശേഷം നല്ല സ്പീഡിലൊന്ന് അടിക്കണം. ഞാനിനി ഒന്ന് നല്ല സ്പീഡിലൊന്ന് അടിക്കുകയാണ്. നല്ല സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇനി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പ് നമ്മളിങ്ങനെ ഈ സൈഡെല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്തിടണം. മുട്ട നമ്മൾ എപ്പോഴും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, മറക്കരുത്. അതുപോലെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക നല്ല സ്പീഡിന്. ഒരുപാട് ബീറ്റ് ചെയ്യണ്ട കേട്ടോ, ഒന്ന് നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് പതഞ്ഞ് വരണം. എന്നിട്ട് നമുക്കിനി ഇപ്പോൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കും. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യണം. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ കാരമൽ സിറപ്പില്ലേ, അതൊരു 1/2 കപ്പുണ്ട്. അതാണ് നമ്മുടെ കേക്കിന് നല്ല കളറ് കൊടുക്കുന്നത്. അത് 2 തവണയായിട്ട് ഒഴിച്ചൊന്ന് ബീറ്റ് ചെയ്യാം. കാരമൽ സിറപ്പ് നിങ്ങൾ ഒരു 1-2 തവണ ഉണ്ടാക്കിയാൽ വളരെ എളുപ്പമാണ്, ഒന്ന് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ഇനി ഞാൻ ഇതിനകത്ത് മാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ, സ്പൈസസ് ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മാവ്. നമ്മുടെ ഈ മാവ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്പീഡിന് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് വളരെ സ്ലോലി ആയിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് വിസ്ക് കൊണ്ട് നമുക്ക് വിസ്ക് ചെയ്തും എടുക്കാം. ഇതിന് ഞാൻ ഇതിലിരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യണം. ചെറുതായിട്ട് നമ്മൾ ബീറ്റ് ചെയ്താൽ മതി. അത് മുഴുവനും നമ്മളിട്ട് ചെറുതായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് പിന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ സോക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഒരു നല്ല വൃത്തിയുള്ള കഴുകി ഉണക്കിയ ഒട്ടും അല്പം പോലും ഈർപ്പമില്ലാത്ത ബോട്ടിലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. മീൻസ് ടൂട്ടി ഫ്രൂട്ടി, ഡേറ്റ്സ്, ക്രാൻബെറീസ്, പിന്നെ ഡ്രൈഡ് പ്ലം ചേർക്കാം, ആപ്രിക്കോട്ട് ചേർക്കാം, റൈസിൻസ് 2 കളർ ചേർക്കാം. ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് അതിൽ കുപ്പിയിലിട്ട് വെക്കണം. അതിന് ശേഷം അതിനകത്ത് ഈ ഫ്രൂട്ട്സ് എല്ലാം മുങ്ങിക്കിടക്കാൻ നിങ്ങൾ റമ്മോ വിസ്കിയോ ഒഴിച്ച് വെക്കാം. ഞാൻ വിസ്കിയാണ് ഒഴിച്ച് വെച്ചത്, എനിക്ക് റമ്മില്ലായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്നെടുത്ത് കുലുക്കി കൊടുക്കണം. അത് 1 മാസം വരെ അങ്ങനെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ലോണം ഒന്ന് കുലുക്കണം. പിന്നെ ഇതിലൊഴിച്ച് വെക്കുന്ന റമ്മൊക്കെ കുറേ ഇങ്ങനെ വറ്റി വരും, കാരണം ഈ ഫ്രൂട്ട്സ് എല്ലാം ഇത് അബ്സർവ് ചെയ്തിട്ട് അത് കുറഞ്ഞ് വരും. അപ്പോൾ നമുക്കത് 2 ആഴ്ചയോ 3 ആഴ്ചയോ 1 മാസമോ കഴിഞ്ഞിട്ട് നമുക്കതെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ നട്ട്സ്, കാഷ്യൂനട്ടും വാൽനട്ട്, അങ്ങനെ കുറേ നട്ട്സ് ഉണ്ടല്ലോ. പീനട്ട് ചേർക്കില്ല കേട്ടോ, ആൽമണ്ട്. നമുക്കിതെല്ലാം ഇത് സോക്ക് ചെയ്യേണ്ട, അപ്പോഴും നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് 1 സ്പൂൺ മാവും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഈ മാവിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലുള്ള ബാക്കിയുള്ള അരിച്ചെടുത്തിട്ടാണ് നമ്മളിങ്ങനെ മാവിൽ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അരിച്ചെടുത്ത് മാവിൽ മിക്സ് ചെയ്യുമ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടൂലേ, കുറച്ച് റം കിട്ടും. റമ്മോ വിസ്കിയോ ഏതാണ് നിങ്ങൾ ചേർക്കുന്ന ആൽക്കഹോൾ, അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് എല്ലാം അത് എപ്പോഴും നമ്മൾ നല്ല ഗ്ലാസ് ജാറിൽ അടച്ച് വെക്കാവൂ. അത് പ്രത്യേകം ഓർക്കണം. സ്റ്റീലോ
പ്ലാസ്റ്റിക് ഒന്നും ഒരിക്കലും എടുക്കരുത്, എപ്പോഴും ഗ്ലാസ് ജാർ. ഞാനത് ഈ കപ്പിലോട്ട് അരിച്ചൊഴിച്ചെടുത്തപ്പോഴത്തേക്കിനും ഒരു 1.25 കപ്പ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രൂട്ട്സ് എല്ലാം കൂടി. പിന്നെ അതിൽ കുറച്ച് പിസ്താച്ചിയോസും ആൽമണ്ടും കാഷ്യൂനട്ടും എന്ത് വേണമെങ്കിലും ചേർക്കാം, നട്ട്സ്. അത് നമ്മളിപ്പോഴാണ് കേക്ക് ഉണ്ടാക്കാൻ നേരം അത് ചേർക്കത്തുള്ളൂ. എന്നിട്ട് അല്പം മാവും കൂടെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് അതിനെ മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ 1 ടേബിൾ സ്പൂൺ മാവാണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ഇതിന് നന്നായിട്ടൊന്ന് ഈ മാവിട്ടൊന്ന് മിക്സാക്കും, ഫ്രൂട്ട്സ് അടിയിലോട്ട് പോകാതിരിക്കാൻ, എല്ലായിടത്തും ഒരേപോലെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ ഫ്രൂട്ട്സും ഇതിനകത്തോട്ട് ചേർത്തിട്ട് പിന്നെ നമുക്ക് ഓറഞ്ച് സെസ്റ്റ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അത് 1 ടേബിൾ സ്പൂൺ ചേർക്കണം. ഞാനിവിടെ ഓറഞ്ച് സെസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഓറഞ്ച് സെസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കപ്പോഴത്തേക്ക് അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ ഓറഞ്ച് സിസ്റ്റും ഈ ഫ്രൂട്ട്സും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കത്തില്ല, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരുപാട് ഇളക്കത്തില്ല. മിക്സ് ചെയ്ത് വെച്ച ശേഷം ബേക്ക് ചെയ്യാം നമുക്കത്. ഞാനിതിപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഈ ഫ്രൂട്ട്സിലൊരു കുറച്ചേ ഉള്ളായിരുന്നു, എല്ലാം ഇതങ്ങ് കുടിച്ചെടുക്കും. അപ്പോൾ ആ ബാക്കി വന്ന ബിസ്കിയും കൂടെ ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഓറഞ്ച് സിസ്റ്റും ചേർക്കാം. ഓറഞ്ച് സെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ തോട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് പഞ്ചസാരയും ചേർത്ത് വറ്റിച്ചെടുത്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഇതാണ് ഓറഞ്ച് സിസ്റ്റ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പം അങ്ങനെ ഉണ്ടാക്കിയ ശേഷം അതും കൂടി ഇതിനകത്തോട്ട് ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. അതിന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കടയിൽ, പക്ഷേ ഇത്ര നല്ല ഒരു ടേസ്റ്റും ഇത്ര നല്ലൊരു ഫ്ലേവറും കിട്ടില്ല എന്ന് മാത്രം. ഇനി ഇതുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കങ്ങ് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പേ തന്നെ നമ്മൾ നമ്മുടെ അവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കണം. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ 170 ഡിഗ്രിയിൽ ഒരു 60 മിനിറ്റ് വെക്കണം. ഒരു 50 മിനിറ്റ്സ് ആകുമ്പം നിങ്ങൾ അത് തുറന്ന് ഒന്ന് കുത്തി നോക്കണം. അപ്പോൾ അത് നന്നായിട്ട് വെന്തെങ്കിൽ നമുക്കറിയാം സ്ക്യൂവറിൽ ഒട്ടും പറ്റിപ്പിടിക്കില്ല. പിന്നെ അപ്പം വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി വെച്ചാൽ മതി. അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ അവൻ പോലെ ഇരിക്കും. എനിക്ക് 60 മിനിറ്റ് എടുത്തു, ഞാൻ 50 മിനിറ്റ്സായി നോക്കിയപ്പോഴത്തേക്ക് അത് കറക്റ്റായില്ല. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കറക്റ്റ് 1 മണിക്കൂർ എടുത്തു. 170 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 1 മണിക്കൂർ എടുത്തു. നന്നായിട്ടൊന്ന് പരത്തി വെച്ച ശേഷം നമ്മളത് 2-3 തവണ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത്ര ഭയങ്കര ടേസ്റ്റായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കേക്ക്. നല്ല ടേസ്റ്റായിരുന്നു. എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ക്രിസ്മസൊക്കെ നല്ലോണം ആഘോഷിക്കണം കേട്ടോ. ഒന്നുകൂടി ഹാപ്പി ക്രിസ്മസ്. ഇത്തവണ നമുക്ക് ആഘോഷിക്കാൻ നമ്മുടെ ബാറോസ് മൂവി കൂടിയുണ്ട്. അപ്പം അതും കൂടെ കണ്ടിട്ട് ആഘോഷിക്കാം.